ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വയനാട് ടു ഊട്ടി സീരീസിലെ പാർട്ട് 1 വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ചെമ്പ്ര പീക്കായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുത്തേക്കാം. അപ്പോൾ ചെമ്പ്ര പീക്കിൽ നിന്ന് അങ്ങനെ ഇറങ്ങി ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി റെസ്റ്റ് എടുത്തു കേട്ടോ. ആ ഒരു മെട്രോ ടൂറിസ്റ്റ് ഹോമിലാണ് കേട്ടോ ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കവർ ചെയ്യാൻ പോണ 2 ലൊക്കേഷൻസ് സിപ്പ് ലൈനും പിന്നെ 900 കണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ റൂമിൽ നിന്ന് ഒരു 13 കിലോമീറ്റേഴ്സ് അവേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോണത് സിപ്പ് ലൈനിലോട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു സിപ്പ് ലൈനിലൊന്ന് കയറണം എന്ന്. എല്ലാ സ്ഥലത്തും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഭയങ്കര ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല തിരക്കുണ്ടാവും എന്നാണ്, പക്ഷേ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായില്ല. ഇതായിരുന്നു കേട്ടോ ആദ്യത്തെ കേരളാസ് ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ. പക്ഷേ ഇപ്പോൾ അത് മാറിയപ്പോൾ കാരാപ്പുഴയായിട്ടോ ലോങ്ങസ്റ്റ്. അപ്പോൾ ഇത് പുതുമല എന്ന പ്ലേസിലാണ് കേട്ടോ. ഇത് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലാണ് ഇതിങ്ങനെ പോണത്. ഒരാൾക്ക് ചാർജ് വന്നത് 250 റുപ്പീസാണ് കേട്ടോ. അവിടെ സിപ്പ് ലൈൻ മാത്രമല്ല സൈക്ലിങ്ങും അല്ലാതെ സ്വിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമുക്കിങ്ങനെ നല്ല വ്യൂവും കാണാം കേട്ടോ ഈ തേയിലത്തോട്ടത്തിൻ്റെ. ഇത് നമ്മൾ പോണ വഴിക്കെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് നമ്മൾ പോണത്. അപ്പോൾ ഇത് ആദ്യം ഒരു സ്ഥലത്ത് വന്ന് നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് വേറൊരു റോപ്പിൽ നമ്മൾ തിരിച്ച് ആ ഒരു സ്ഥലത്ത് തന്നെ വന്ന് ലാൻഡ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്തത് ഞങ്ങൾ പോയത് 900 കണ്ടിയാണ്. 900 കണ്ടി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അവിടെ നമുക്ക് മെയിനായിട്ട് ഉള്ളത് ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് പോകാനായിട്ട് നമ്മുടെ സ്വന്തം വെഹിക്കിൾ എടുക്കാൻ പറ്റില്ല. അതൊരു ഓഫ് റോഡാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജീപ്പ് എടുത്തിട്ട് വേണം പോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ജീപ്പൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ ജീപ്പിൽ. അപ്പോൾ ഒരാൾക്ക് ഒരു അപ്രോക്സിമേറ്റ് ഒരു 200 ആയിട്ടോ അവിടം വരെ എത്താൻ വേണ്ടി. അപ്പോൾ പോണ വഴി നല്ല ഓഫ് റോഡാണ് കേട്ടോ. അയ്യോ, നമുക്ക് ചിലപ്പോൾ പേടിയാവും. അതേപോലത്തെ ഓഫ് റോഡാണ്. അങ്ങനെ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്ലേസിലെത്തി കേട്ടോ. അവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം ഈ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാനൊക്കെ. അപ്പോൾ പെർ ഹെഡ് 250 ആയിരുന്നു. അപ്പോൾ അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമല്ല, അല്ലാതെ വ്യൂ പോയിൻ്റ്, പിന്നെ സ്വിങ്, പിന്നെ കുറച്ച് പ്ലേ ഏരിയ, അതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാം ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഉണ്ടോ ഗ്ലാസ് ബ്രിഡ്ജ്. കയറുന്നതിന് മുന്നേ അവിടെ അവർ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ ഷൂസും ചെരുപ്പൊക്കെ ഊരിടണം. ഈ ഗ്ലാസ് ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്താക്കണത് ഗ്രൗണ്ടിൽ നിന്ന് 100 ഫീറ്റ് എബവ് ആണ്. അപ്പോൾ ഇതിൽ കയറുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പക്ഷേ നമുക്ക് പേടിയാവും താഴെ നോക്കുമ്പോൾ. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അവിടെ അങ്ങനെ വലിയ തിരക്കുണ്ടായില്ല, അതുകൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. എന്നാലും അവിടെ നിൽക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഫോട്ടോ ഒക്കെ എടുത്ത് മാറുന്നത്. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പുറത്ത് ഈ സ്വിങ് കാണാം. ഇതിൽ കയറണമെങ്കിൽ എനിക്ക് തോന്നുന്നു എക്സ്ട്രാ 50 കൂടി എന്തോ പേ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ കയറിയൊന്നുമില്ല. ഞങ്ങളവിടെ ജസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജിൽ മാത്രം കയറിയുള്ളൂ. പിന്നെ ഈ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് റൂമിലോട്ടാണ്. പിന്നെ റെസ്റ്റ് എടുത്തു. ഇനി നെക്സ്റ്റ് ലൊക്കേഷനിലുള്ള വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ ലോങ് വീഡിയോ ആവും. അതാണ് കേട്ടോ ഈ പാർട്ടായിട്ട് ഇടണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഇവിടെ പോയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.